മുണ്ട് വേണം, മുണ്ട് നല്ല അടിപൊളി കൈത്തറി കോട്ടൺ മുണ്ട്. പൊന്നു മക്കളെ, പ്രത്യേകമായി ഈ സാധനം ഉടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പൊളി ഐറ്റം കേട്ടോ. ഇത് ഉടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. നമ്മളെ ഈ വലിയ കടകളിൽ നിന്ന് നമ്മളെ ഈ കോട്ടൺ മുണ്ടിൻ്റെ കൂടെ പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ട് കോട്ടൺ ആണെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഐറ്റം ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. കൊടുക്കുന്ന പൈസയ്ക്ക് നല്ല ആ മൂല്യമുള്ള സാധനം നമുക്ക് അരവിന്ദ് അയച്ചു തരും. ആലപ്പുഴയിലെ അരവിന്ദാണ് ഈ സാധനം നമുക്ക് അയച്ചു തരുന്നത് കേട്ടോ. അയാൾക്ക് വേറെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാളെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് കൈത്തറി മുണ്ട് അയാൾ ഇറക്കിയത്. ഞാനും എൻ്റെ പരിസര പ്രദേശത്തുള്ളവരും കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ മുണ്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഇതേവരെ ഒരു കുഴപ്പമില്ല, ആരും പരാതിയും പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നു. ഇപ്പം ഞാൻ ഏതാണ്ട് 2-3 വർഷമായിട്ട് അയാളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കൈത്തറി മുണ്ട്, കോട്ടൺ മുണ്ട് ഉടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 80 ആണെങ്കിലും 90 ആണെങ്കിലും ഇപ്പോഴത്തെ 2K ആണെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ, പ്രത്യേക വൈബ് തന്നെ കേട്ടോ. ആരും ഒന്ന് നോക്കും മക്കളെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇന്ത്യയുടെ ഏത് കോണിൽ ഇരുന്ന് കണ്ടാലും ശരി, അരവിന്ദിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ചാൽ മതി, അദ്ദേഹം അവിടത്തേക്ക് അയച്ചു തരും. കൊറിയർ ചാർജ് പ്രത്യേകം കൊടുക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, ഇതും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അരവിന്ദിന്, അതായത് നമ്മൾ ഈ മുണ്ട് കച്ചവടം ചെയ്യുന്ന അരവിന്ദിന് വലിയൊരു പ്രയോജനം തന്നെയായിരിക്കും. ആരെങ്കിലും 10 പേര് ഷെയർ ചെയ്യുമ്പോൾ പക്ഷേ ഒരു മുണ്ടെങ്കിലും അദ്ദേഹത്തിന് കച്ചവടം ആവുന്നെങ്കിൽ ആവട്ടെ, ഒരു വലിയൊരു പുണ്യപ്രവർത്തി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഏറ്റവും നല്ല മുണ്ടാണ്, ക്വാളിറ്റി മുണ്ടാണ്, തീർച്ചയായിട്ടും വാങ്ങിക്കുക. ഇതിൽ വഞ്ചനയൊന്നുമില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ കൊടുത്ത വിലയ്ക്ക് ഈ സാധനത്തിന് ഗുണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ പൈസ തിരിച്ചു തന്നേക്കാം. ഓക്കെ, ബൈ.